വാട്സപ്പിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് വന്നത്. അതിലാദ്യം നമ്മൾ അയച്ചു തന്ന ഫയൽ സിപ്പ് ഫയലായിരിക്കും. അത് കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഓൾ കൊടുത്തിട്ട് ആ ഫോൾഡർ ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡ് ടോപ്പിലെ ഏതിൽ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡ് ടോപ്പിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എടുക്കുക. അതിൽ എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ നമ്മൾ ഡെവലപ്പർ മോഡ് ഇവിടെ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത ശേഷം ലോഡ് അൺപാക്ഡ് എന്നുള്ള ബട്ടൺ വരും. ഡെവലപ്പർ മോഡ് ഓഫ് ആണെങ്കിൽ ഈ ലോഡ് അൺപാക്ഡ് അവിടെ കാണില്ല. അത് ഓൺ ചെയ്താൽ മാത്രമേ ഇത് ഇവിടെ കാണുള്ളൂ. ഓൺ ചെയ്യുക. അപ്ലോഡ് ലോഡ് അൺപാക്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് എക്സ്ട്രാക്ട് ചെയ്ത സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുക. ആ സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ എക്സ്റ്റൻഷനായിട്ട് അപ്ലോഡ് ആവും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്റ്റൻഷൻ ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന എക്സ്റ്റൻഷനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ എക്സ്റ്റൻഷൻസ് കാണാനായിട്ട് പറ്റുക. അതിൽ നമ്മളിപ്പം അപ്ലോഡ് ചെയ്ത വാട്സപ്പ് CRMൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടാബിൽ നമ്മുടെ വാട്സപ്പിൽ ആദ്യം ലോഗിൻ ചെയ്യണം. നമുക്ക് ഏത് വാട്സപ്പിൽ നിന്നാണ് മെസ്സേജ് സെൻഡ് ചെയ്യണം ആ വാട്സപ്പിൽ ലോഗിൻ ചെയ്യുക. ആ ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ ഈ എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആവുന്നത് ആ എക്സ്റ്റൻഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇതിലെങ്ങനെയാണ് മെസ്സേജസ് അയക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. മെസ്സേജസ് അയക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡ് ടോപ്പിൽ ഈ കാണുന്ന ആദ്യത്തെ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും പോവുക. ഇതിൽ ആദ്യം നമ്മൾ ഈ കാണുന്ന വിൻഡോയിൽ ഈ കാണുന്ന സെക്ഷനിൽ നമ്മുടെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺട്രി കോഡ് ഉൾപ്പെടെ വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി കൺട്രി കോഡ് അല്ലാതെ കൺട്രി കോഡല്ല, നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാതെ എക്സൽ ആയിട്ടാണുള്ളതെങ്കിൽ എക്സലിൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ നമ്പേഴ്സ് ഇവിടെ വരും. അതിനുശേഷം റൈറ്റ് സൈഡിലാണ് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ടെംപ്ലേറ്റ് ടൈപ്പ് മെസ്സേജ് ആണ്. ഇനി മെസ്സേജ് ഇമേജ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് ഇമേജ് എന്നുള്ള എടുക്കുക. ഈ ഡോക്യുമെൻ്റ് ആണെങ്കിൽ മെസ്സേജ് ഡോക്യുമെൻ്റ് എന്നുള്ള എടുക്കുക. നമുക്ക് ഏത് ടൈപ്പാണോ വേണ്ടതെന്നുള്ളത് യൂസ് ചെയ്യുക. ഈ മെസ്സേജ് ബട്ടൺ ഇപ്പോൾ വർക്കിംഗ് അല്ല കേട്ടോ, കാരണം അത് കുറച്ച് ഒഫീഷ്യൽ API മാത്രമേ ഉള്ളൂ. ബാക്കി ഏതാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മാറ്റർ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ മെസ്സേജ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു സെക്ഷൻ വരും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മുടെ ആവശ്യമുള്ള ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെസ്സേജ് സെൻഡ് ആവും. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് അതിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാനായിട്ട് പറ്റും. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ക്വിക്ക് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകും. ഇത്രേ ഉള്ളൂ. മെസ്സേജ് സെൻഡിങ് വളരെ സിമ്പിളാണ്. മെസ്സേജ് സെൻഡ് ആവുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നമ്മുടെ മാഗ്രോ സൊല്യൂഷൻ എന്നുള്ള നമ്പറിലേക്കാണ് മെസ്സേജ് സെൻഡ് ചെയ്തേക്കുന്നത്. അതിവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും.